മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും രാജ്യത്തിന് സമർപ്പിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭാരതീയ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി 2 യുദ്ധക്കപ്പലുകളാണ് രാഷ്ട്രത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചത്. മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ നടന്ന ചടങ്ങിൽ INS സൂററ്റ്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും INS വാക്ഷീർ എന്ന അന്തർവാഹിനിയുമാണ് രാഷ്ട്രത്തിന് പുതുതായി ലഭിച്ചത്. 2 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും ഇന്ന് കമ്മീഷൻ ചെയ്തിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. സൈനിക മേധാവികളും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. P-15B മിസൈൽ തകർക്കാൻ ശേഷിയുള്ളതും ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് INS സൂററ്റ്. ഭാരത നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് INS നീലഗിരി രൂപകൽപ്പന ചെയ്തത്. ഭാരതത്തിൻ്റെ നാവികസേനയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. 2 യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും നാവികസേനയ്ക്ക് സ്വന്തമായിരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ സമർപ്പണം നിർവഹിച്ചത്. മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിലായിരുന്നു ഈ ചടങ്ങ് നടന്നത്. INS സൂററ്റ്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ ഭാരതത്തിൻ്റെ സേനാവിന്യാസത്തിന് വലിയ കരുത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. INS വാക്ഷീർ എന്ന അന്തർവാഹിനിയും രാഷ്ട്രത്തിന് സ്വന്തമായിരിക്കുന്നു. ഇത് നാവികസേനയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ദിവസം എന്നുള്ള നിലയിലാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. മിസൈൽ തകർക്കാൻ ശേഷിയുള്ളതും ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് INS സൂററ്റ്. ഭാരത നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ INS നീലഗിരി രൂപകൽപ്പന ചെയ്തു. അതിൻ്റെ സമർപ്പണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതത്തിൻ്റെ നാവികസേനയെ സംബന്ധിച്ച് അതിൻ്റെ യുദ്ധ വിന്യാസങ്ങളിൽ കരുത്തു പകരാൻ 2 യുദ്ധക്കപ്പലുകൾ, ഒരു പുതിയ അന്തർവാഹിനി നമ്മുടെ നാവികസേനയുടെ കരുത്ത് ഇരട്ടിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദം, നാവികസേനയുടെ കരുത്ത് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈന്യത്തിന്റെ കരുത്ത് വൻതോതിൽ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വിവിധ ഘട്ടങ്ങളിലായി, അതായത് ഓരോ ഘട്ടങ്ങളിലായി, കരസേനയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വ്യോമസേനയുടെ കാര്യത്തിലായാലും നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നാടിന് സമർപ്പിക്കപ്പെട്ട 3 കപ്പലുകളുടെ കാര്യമായാലും, അതായത് പ്രധാനമായും ഒരു വലിയ പടക്കപ്പലും ഒരു ചെറു യുദ്ധസജ്ജമായ ഒരു പടക്കപ്പലും അതുപോലെ തന്നെ ഒരു മുങ്ങിക്കപ്പലുമാണ് ഇന്ന് രാഷ്ട്രത്തിനെ പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നത്. ഏറെ പ്രാധാന്യമുള്ള വിഷയം, പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്ന ഈ കപ്പലുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള വിഷയം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല ഘടകങ്ങളും, അതായത് ഭാരതത്തിൽ തന്നെ ഇതിന്റെ പല ഘടകങ്ങളും നിർമ്മിച്ചിരിക്കുന്നു എന്നത് കൂടി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിന്റെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ സ്വയം ആർജിത സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പാക്കിയ അല്ലെങ്കിൽ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തിയ 3 പടക്കപ്പലുകൾ കൂടിയാണിത് എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ 3 സംവിധാനങ്ങളും ആധുനിക ഊർജ്ജ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. ആധുനിക പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ഹൈബ്രിഡ് സംവിധാനങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന എഞ്ചിനുകളാണ് ഈ പടക്കപ്പലുകളിൽ, അതായത് പ്രത്യേകിച്ച് മുങ്ങിക്കപ്പലുകളിലും എല്ലാം തന്നെ ഉള്ളത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് വേണ്ടി ഈ സംവിധാനങ്ങളെ, അതായത് ഈ പുതിയ പടക്കപ്പലുകളെ എല്ലാം രാജ്യത്തിന് സമർപ്പിച്ചതിന് ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി ഈ 3 കപ്പലുകളും രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ രാജ്യം തനതായി നിർമ്മിച്ച പടക്കപ്പലുകളാണ്
ഇവ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിനൊപ്പം തന്നെ രാജ്യം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ശക്തികളിലൊന്നാണ്. നമുക്കറിയാവുന്നതാണ്, പലയിടങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ അറബിക്കടലിലെ പലയിടങ്ങളിലും കടൽ കൊള്ളക്കാരുടെ പ്രതിരോധം തീർക്കുന്നതിനും ഒക്കെ കാര്യക്ഷമമായി ഇടപെടാൻ സാധിച്ച ഒരു ഭാരതീയ സംവിധാനമാണ് എന്നുള്ളത് 2022 ശേഷം അതിശക്തമായ രീതിയിൽ ആഗോള സമുദ്ര സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന, അതായത് INS സൂറത്ത്, INS നീൽഗിരി, അതുപോലെ തന്നെ വളരെ വ്യക്തമാണ്. ഭാരത നാവികസേനയ്ക്ക് കരുത്തു പകർന്നുകൊണ്ടാണ് 2 പുതിയ യുദ്ധക്കപ്പലുകളും ഒരു അന്തർവാഹിനിയും ഇന്ന് സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചത്, മുംബൈയിൽ നിർവഹിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.